രാത്രി ഇവിടെ ഇരിക്കുന്നതിന് പോലീസുകാർ വന്നിങ്ങനെ പറയാം. രാത്രി നമുക്ക് ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കാൻ പറ്റില്ല. നീ എന്താ പഠിക്കുന്നത്? പേഴ്സ് നോക്കിയാൽ ചെക്ക് ചെയ്ത് നമ്മളെ പിടിച്ച് വലിച്ച കെട്ട് വലിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. 15 ദിവസം പോകണടാ. നിന്റെ വീട്ടിൽ വിളിക്കും. നിന്റെ പേര് പറഞ്ഞില്ല. ഒരു ആവശ്യമില്ലാണ്ടാണ് സാർ ഞങ്ങളുടെ കഞ്ചാവ് മനസ്സിലായി. ചെറുപ്പക്കാർ ഉണ്ടാക്കുന്നവന്മാർ കഞ്ചാവ് കൊണ്ട് വഴി കുഴപ്പമുണ്ടാകും. ജോലി തന്നെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. സാറെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് എടുത്ത് എറിയാ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ പിടിച്ച് അങ്ങോട്ട് എടുത്ത് എറിയാക്കെ ചെയ്തിട്ടില്ല. വീഡിയോ ഉണ്ട്. പിടിച്ച് വലിക്കുന്ന സാറേ 20-21 വയസ്സുള്ള ആൾക്കാരാ. നമുക്ക് പിടിച്ച് വലിക്കുക, ജേഴ്സി പിടിച്ച് വലിക്കുക. അല്ലെ ശരിക്കും ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓൾറെഡി കഞ്ചാവ് മയക്കുമരുന്ന് അതുമായി കുറെ ഇഷ്യൂസ് ഉണ്ടാവുന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് കരുതി ഇതൊന്ന് യൂസ് ചെയ്ത ആൾക്കാർ രാത്രി പുറത്തിറങ്ങാനും പാടില്ല, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അതുമല്ല, ഇവിടെ ഓൾറെഡി പല മന്ത്രിമാരും എംഎൽഎമാരും മക്കളൊക്കെ കഞ്ചാവ് കേസിനും ബാക്കിയുള്ള കേസിനൊക്കെ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുക, കസ്റ്റഡിയിലെടുത്ത് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വൈദ്യ പരിശോധന ഒന്നും ഇല്ലാത്ത ചെക്കനെ വെറുതെ വിടുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒന്ന് യൂസ് ചെയ്ത ആൾക്കാരെ ഇതുപോലെ അവിടെ ഇരിക്കാൻ പാടില്ല, രാത്രിയാകുമ്പോൾ വീട്ടിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടായിരുന്നു. എന്തോന്ന് രീതി? അല്ലെങ്കിൽ മയക്കുമരുന്നൊന്നും യൂസ് ചെയ്ത ആൾക്കാർ എന്ത് രാത്രി പുറത്തിറങ്ങാറില്ല? അവർക്ക് എന്ത് ഇതുപോലെ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ പാർക്കിലൊന്നും പോയി ഇരിക്കാൻ പാടില്ലേ? നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ നൈറ്റ് ലൈഫ് ഒന്നും ഇല്ലാത്തത്. നമുക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ കുത്തിരിക്കാം, പണി കഴിഞ്ഞ് വന്നിട്ട് കുത്തിരിക്കുക, രാവിലെ ആകുമ്പോൾ പണിക്ക് പോവാ അല്ലെങ്കിൽ കോളേജിൽ പോവാ, ഇതന്നെ നമുക്ക്.